സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് എടപ്പാൾ ആണുള്ളത്. ഈ സ്ഥലം ഒരു ആൾക്കാർക്കൊക്കെ അറിയുന്ന സ്ഥലമാണ്. സൈതാരിക്കുട്ടി കോംപ്ലക്സ് ആണ് ഈ സ്ഥലം. എല്ലാവരും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്ന സ്ഥലമാണിത്. ഇവിടെ തിരക്ക് കുറച്ച് കുറവാണ്, പക്ഷേ ഇത് സമയം 11 മണിക്ക് ശേഷം നല്ല തിരക്കാണ് ഇവിടെ ഉച്ചക്ക്. എന്താ സംഭവം? വിഗ് ലേഡീസിന് നമ്മൾ ഈ പെൻഷന് വെഡിങ്ങിനൊക്കെ കൊടുക്കുന്നതാണ് വിഗ്. ആണുങ്ങളിലില്ല, ആണുങ്ങളുടെ ഫുൾ വിഗ് ആണ് വരുന്നത്. ഞങ്ങൾ ലേഡി കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് ആണ്. കൊറോണയ്ക്ക് ശേഷം നമ്മളൊരു മാറ്റങ്ങൾ സംഭവിച്ചത്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് നമ്മൾക്ക് ഇതുമ്പോൾ എഴുതിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല, പകുതി റേറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നഷ്ടത്തിലല്ല നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ വലിയ വലിയ മാളിൽ പ്രിൻ്റ് റേറ്റ് പോലെ അതുപോലെയല്ല നമ്മുടെ അടുത്ത് ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ മൈലാഞ്ചി ട്യൂബ് നമ്മളിവിടെ കൊടുക്കുന്നത് ബൾക്ക് ഇറക്കിയിട്ടാണ് കൊടുക്കുന്നത്. മൈലാഞ്ചി ട്യൂബ് 3 എണ്ണം 20 രൂപ. എവിടെ എങ്ങനെ 3 എണ്ണം 20 രൂപ കൊടുക്കുന്നത്? ബൾക്ക് ഏതെടുത്താലും 3 എണ്ണം 20 രൂപ. അതുപോലെ നോട്ട് ബുക്ക് 320 പേജിൻ്റെ നോട്ട് ബുക്ക് 60 രൂപ. 60 രൂപ എവിടെ കിട്ടുക എന്നുള്ളത് അറിയാം. 60 രൂപ 320 പേജിൻ്റെ നോട്ട് ബുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് വിൽക്കുന്നത് നമ്മളാണുള്ളത്. പൊന്നാനി താലൂക്കിൽ നമ്മളെ ഉള്ളു. ലിബാസ് ലിബാസ് പിന്നെ അതുകൂടാതെ ലിബാസിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡാണ്, ട്രേഡ് മാർക്കാണ്.
ഓക്കെ. ഓക്കെ. എന്താ പേര്? പേര് ദാസൻ. ദാസൻ. ഇവിടെ കുറേ കാലമായി? ഇവിടെ 10-20 വർഷം. ഓണർ തന്നെ? ഓണർ തന്നെയാണ്. സ്റ്റാഫ് ഉണ്ടോ? സ്റ്റാഫ് ഉണ്ട്. 5 മണിക്ക് പോയി കേട്ടോ. സുഹൃത്തുക്കളെ, ഈ വ്യാപാരോത്സവം അനുബന്ധിച്ചിട്ട് ഒരു നറുക്കെടുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1000 രൂപേൻ്റെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പണുണ്ട്. അപ്പോൾ കൂപ്പണിൽ കാറ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് സ്കൂട്ടിയാണ് തോന്നുന്നു. തേർഡ് പ്രൈസ് ഫ്രിഡ്ജാണെന്നാണ് തോന്നുന്നത്. അങ്ങനെന്തോ ഒന്ന് കണ്ട്. ഇതിനകത്ത് ഒരുവിധം കടകളൊക്കെ ഉണ്ട്, അത്യാവശ്യ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ സ്റ്റോറുണ്ട്,
എല്ലാവർക്കും ഒരു ഇതൊക്കെ അറിയാം, പക്ഷെ ഞാനൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അയച്ചതാണ് വീഡിയോ. പിന്നെ അത് ഫോട്ടോസ്റ്റാറ്റിൻ്റെ കോപ്പി എടുക്കുന്ന സ്ഥലം, പിന്നെ മാക്സിക്കട, ചുരിദാർ ബിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസുകൾ, ഷൂ കട, ഫാൻസി ഫുട്വേഴ്സ്, അങ്ങനെയുള്ള